നമസ്കാരം, സാൻഡ് റൂട്ട്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മോട്ടോ വ്ളോഗിങ്ങിൻ്റെ കാര്യം ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ചെറിയ രീതിയിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. ഇന്നിപ്പോൾ നമ്മളൊരു 3 സംസ്ഥാനങ്ങൾ കറങ്ങിയിട്ട് വരാം. 3 സംസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മുടെ ജില്ല എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ, വയനാടാണ്. വയനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏക ജില്ലയാണ് 2 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നത്, അതായത് കേരളവും തമിഴ്നാടും. അപ്പോൾ നമ്മളിവിടുന്ന് നേരെ ഇപ്പോൾ ഗുണ്ടൽപേട്ട, കർണാടക സംസ്ഥാനത്തെ ഗുണ്ടൽപേട്ട പോയി അവിടെ നിന്നും തമിഴ്നാട്ടിലെ ഗൂഡല്ലൂർ പോയി, ഗൂഡല്ലൂരിൽ നിന്ന് തിരിച്ച് സുൽത്താൻ ബത്തേരി, നമ്മുടെ കമ്പളക്കാട് വരുന്ന ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. മുത്തങ്ങയിലുള്ള ചെക്ക് പോസ്റ്റിൻ്റെയും പിന്നെ ഇവരുടെ മുതുമല വൈൽഡ് ലൈഫ് സാങ്ച്വറി വഴിയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അവിടത്തെയും ചെക്ക് പോസ്റ്റ് ഉണ്ട്, തമിഴ്നാട് ചെക്ക് പോസ്റ്റൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമുക്കറിയാമല്ലോ, ആരെങ്കിലും ചെക്കിംഗ് ഉണ്ടോ, എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ നമുക്കറിയാം. അങ്ങനെ ഈ കുറഞ്ഞ സമയം കൊണ്ട്, കുറഞ്ഞ മണിക്കൂറുകൾ കൊണ്ട് ഈ 3 സംസ്ഥാനം എങ്ങനെ കവർ ചെയ്ത് നമുക്ക് ഒരു യാത്ര ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്നുണ്ടാവുക. പ്രധാനമായിട്ടും മോട്ടോ വ്ളോഗിങ് ആയിരിക്കും. സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു ട്രിപ്പ് പോലെ ആയിരിക്കില്ല. പിന്നെ സോളോ റൈഡാണ്. എല്ലാവരും കൂടെ ഉണ്ടാവുക. നേരെ നമുക്ക് റൈഡിലേക്ക്. യെസ്, അപ്പോൾ നമ്മളിവിടുന്ന് വീട്ടിൽ നിന്ന് ഇപ്പോൾ ട്രിപ്പ് തുടങ്ങാം കേട്ടോ. കമ്പളക്കാടിൽ നിന്നും സമയം 8:36 കേട്ടോ. നമുക്ക് സ്റ്റോപ്പ് വാച്ചും കൂടി സെറ്റ് ചെയ്യാം. നമ്മൾ എത്ര മിനിറ്റും കൊണ്ടാണ് നമ്മുടെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് കൂടി അറിയാമല്ലോ. യെസ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് നേരെ ഗുണ്ടൽപേട്ടയിൽ നിന്ന് ഗൂഡല്ലൂർ, തിരിച്ച് കമ്പളക്കാട്. ഒരു സർക്കിൾ ട്രിപ്പാണ്, 3 സംസ്ഥാനങ്ങളിലൂടെ കേട്ടോ. നമ്മളിപ്പോൾ ട്രിപ്പ് സ്റ്റോപ്പ് വാച്ചും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഞാൻ ഗൂഗിളിൽ നോക്കുമ്പോൾ 210 കിലോമീറ്ററോളാണ് കാണുന്നത്. അപ്പം പോവല്ലേ, അടി ഉണ്ടാക്കാതിരിക്കട്ടാ, മര്യാദ ഇരിക്കണേ കേട്ടാ. എന്തെങ്കിലും വരയ്ക്കും എടുക്കുക എന്തെങ്കിലും ചെയ്യും. ഓക്കെ, നമുക്ക് ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. ഹെവി തണുപ്പെന്നൊന്നും പറയാൻ കഴിയില്ല. നോക്കാം, പതുക്കെ വിടാം നമുക്ക്. യെസ്, നമ്മളങ്ങനെ ഫസ്റ്റ് സോളോ റൈഡ്, ഒരു ഇച്ചിരി ലോങ്, ഇച്ചിരി എന്നാണ് ഒരുപാട് ലോങ് ഒന്നല്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഗൂഗിളിൽ നോക്കുമ്പോൾ ടോട്ടൽ 210 കിലോമീറ്റേഴ്സാണ് എനിക്ക് കിട്ടിയത്. അപ്പം അങ്ങനെ ഒരു ചെറിയൊരു ലോങ് റൈഡ് നമുക്ക് നടത്തി നോക്കാം. കാട്ടിൽ കൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ചെറിയ കാട്ടുമൃഗങ്ങളെയൊക്കെ കാണാം. കേരളത്തിലെ മുത്തങ്ങ ഫോറസ്റ്റ്, കർണാടകയിലെ ബന്ദിപ്പൂർ ഫോറസ്റ്റ്, തമിഴ്നാട്ടിലെ മുതുമലൈ ഫോറസ്റ്റ്, ഈ ഫോറസ്റ്റുകളൊക്കെ നമ്മൾ കവർ ചെയ്താണ് പോകുന്നത്. അപ്പം നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈ 3 കാടുകളിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ആനേനെയോ കടുവേനെയൊക്കെ കണ്ടാൽ ബൈക്കിൽ ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്കൊരു കിട്ടലല്ലേ അല്ലേ, നമുക്ക് പോയി നോക്കാം. എന്തായാലും രാവിലെ ചെറിയൊരു തിരക്കുണ്ട്, ഓഫീസ് ടൈമിങ് ആയതുകൊണ്ടായിരിക്കും. പെട്ര കഴിഞ്ഞല്ലോ. കമ്പളക്കാട് ടൗൺ. കടകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. കണ്ടില്ലേ, 2 സൈഡും കടകളൊക്കെ ഓപ്പണായി വരുന്നേ ഉള്ളൂ. ചെറിയൊരു കോട മഞ്ഞുണ്ട് കേട്ടോ. സൂര്യൻ രാവിലെ തന്നെ വന്ന് നിൽക്കുന്നു. അപ്പോൾ ഒരു അടിപൊളി ട്രിപ്പ് ആവട്ടെ അല്ലേ. ഇത് ഈ റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് 350 ആയതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് ട്രിപ്പൊന്നും സെറ്റ് ചെയ്യാൻ കഴിയില്ല ഇതിൻ്റെ മീറ്ററിൽ. ഞാൻ അവിടെ നിന്ന് നോക്കാൻ വിട്ടുപോയി. നമുക്കിപ്പോൾ ഇവിടെ നോക്കാം. നമ്മളിപ്പോൾ ഒരു 2 കിലോമീറ്റർ പിന്നിട്ടു. 2330 കാണിക്കുന്നത് ഇപ്പോൾ നിലവിലുള്ള കിലോമീറ്റർ. അപ്പോൾ ഒരു 2 കിലോമീറ്റർ പോലെ 2328 നമ്മളപ്പോൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും കേട്ടോ കിലോമീറ്റർ. നമുക്ക് തിരിച്ചു വരുമ്പോൾ നോക്കണം. ഗൂഗിളിൽ 210 കിലോമീറ്ററാണ് കാണിക്കുന്നത്, പക്ഷേ അത് കറക്റ്റാണെന്നും കൂടി അറിയാമല്ലോ നമുക്ക്. നമ്മളിതാ NH 766 എത്തുക കേട്ടോ. അങ്ങോട്ടേക്ക് പോകുന്ന കൽപ്പറ്റ കോഴിക്കോട്, ഇങ്ങോട്ട് നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞു.
ബത്തേരി ഗുണ്ടൽപേട്ട മൈസൂർ റോഡാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് NH766 NH766 എന്ന് പറയുന്നത് കോഴിക്കോട് നിന്നും കൊല്ലകൾ വരെയുള്ള ഹൈവേ ആണ്, മൈസൂർ വഴി. അത്യാവശ്യം നല്ല റോഡാട്ടോ. ഇതിപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ റോഡ് വീതി കൂട്ടുകയും ചെറിയ അറ്റകുറ്റപ്പണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ കർണാടകത്തിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ ഈ ഹമ്പുകളാണ്. വൈൽഡ് ലൈഫിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി ചെയ്തേക്കുന്നതാണ്. ഹമ്പുകൾ ഇങ്ങനെ ചാടി ചാടി വേണം പോകാൻ. സുൽത്താൻ ബത്തേരി ടൗൺ കേട്ടോ. ചെറിയ തണുപ്പുണ്ട്. 9:27. കടകളെല്ലാം ഒരുവിധം ഓപ്പണായി. ഇത് 1 വേ ആട്ടോ. സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ക്ലീൻ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഈ സൈഡിലൊക്കെ കണ്ട ഫുള്ള് പൂച്ചെടിയൊക്കെ വെച്ച്, ഇവിടെ തപ്പിയാൽ ഒരു മിഠായി കടലാസ് പോലും കിട്ടില്ല എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് വൃത്തിയുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ് സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി. രണ്ട് സൈഡിൽ നോക്കി നല്ല അടിപൊളി പൂവ്, ചെടികൾ, റോഡാണെങ്കിൽ നല്ല ക്ലീൻ, ആവശ്യത്തിനുള്ള പാർക്കിംഗ് സ്പേസ്, നടപ്പാത ഉള്ളല്ലേ. വയനാട്ടിലെ ഏക മാള് മിൻറ്റ് മാൾ. വയനാട്ടിൽ ഒരു മാളേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിലവിൽ. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ട മിൻറ്റ് മാൾ. ഇതിപ്പോൾ നമ്മൾ കണ്ടില്ലേ വലത്തോട്ട് പോകുന്ന കേട്ടോ, അത് ഊട്ടിക്ക് പോകുന്ന റോഡാണേ. മിക്കവാറും നമ്മൾ തിരിച്ചു വരുമ്പോൾ ആ വഴിയായിരിക്കും തിരിച്ചെത്തുക. നമ്മളൊരു സർക്കിൾ ട്രിപ്പാണല്ലോ അടിക്കുന്നത്. നമ്മളപ്പോൾ ഇവിടെ നിന്ന് തിരിക്കുകയാണ്, വലത്തോട്ട് തിരിക്കുകയാണ്. ബാംഗ്ലൂർ മൈസൂർ റോഡാണ്. ഉണ്ടോ, മൈസൂർക്ക് ഇവിടുന്ന് 114 കിലോമീറ്ററാണ് കാണിക്കുന്നത്. നമ്മൾ ഗുണ്ടൽപേട്ടയിൽ നിന്നാണ് തിരിയുന്നത്. ഗുണ്ടൽപേട്ട ടൗണിലെത്തേണ്ട നമ്മൾ. ഗുണ്ടൽപേട്ട ജംഗ്ഷൻ ഉണ്ട് ഇവിടുന്ന് നമ്മൾ ചെല്ലുമ്പോൾ. ജംഗ്ഷനിൽ നിന്ന് നമ്മൾ റൈറ്റോട്ട് തിരിഞ്ഞാണ് മുതുമല, ഗുഡല്ലൂർ അങ്ങനെ പോകുന്നത്. നമുക്കൊരു ഇച്ചിരി പെട്രോളും കൂടി അടിച്ചിട്ടങ്ങ് പോവുക അല്ലേ. വെറുതെ പണി മേടിച്ച് വെക്കാതിരിക്കുന്നതായിരിക്കും നന്നാവുക. കാരണം കാടാണ്. ഇനി ഇവിടെ നമ്മളോട് മുത്തങ്ങ കഴിഞ്ഞാൽ പിന്നെ ഫുൾ കാടല്ലേ. ഗുണ്ടൽപേട്ടയിൽ നിന്ന് പിന്നെ പെട്രോളുള്ളൂ. എനിക്ക് തോന്നുന്നൊരു 50 കിലോമീറ്റേഴ്സേ ഉള്ളൂ. വേണ്ട, നമ്മൾ റിസ്ക് എടുക്കണ്ട. ഇവിടെ നിന്ന് ഒരു 200 രൂപയ്ക്ക് അടിച്ചിട്ട് പോകും. ഗുണ്ടൽപേട്ട 54 കിലോമീറ്റർ അവിടെ എഴുതി വെച്ചേക്കുന്നത്. നല്ല ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. ഹെവി തണുപ്പല്ല, ഒരു സുഖമുള്ള തണുപ്പ്. നമുക്ക് എങ്ങനെ പതുക്കെ റൈഡ് അടിച്ച് നോക്കാം. സോളോ റൈഡ്, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ചേട്ടാ വിടില്ലേ? ഒരു 200. 85 രൂപ 28 പൈസ കേട്ടോ ഇവിടെ പെട്രോളിന് ഇന്നത്തെ വില. നല്ല അടിപൊളി ഒരു ഫീലാട്ടോ ഇങ്ങനെ പോകുന്നത്. ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി ഇങ്ങനെ ഒരു സോളോ റൈഡ്. നമ്മളെല്ലാ ട്രിപ്പ് ആരെങ്കിലുമൊക്കെ കൂടെ കാണുമല്ലോ, നമ്മുടെ ഫ്രണ്ട്സോ ഫാമിലിയോ. പക്ഷെ നമ്മളൊരു സോളോ റൈഡ് അടിക്കുക, അതിൻ്റെ ഒരു ഫീലും വേറെ തന്നെ രസമുണ്ട്. ഇത് നമ്മൾ തകർക്കും. ഇപ്പോൾ നമ്മൾ ഫോറസ്റ്റിൻ്റെ ഫുൾ ഡിവിഷനിലേക്ക് കയറും കേട്ടോ. മുത്തങ്ങ ഫോറസ്റ്റിൻ്റെ ഇപ്പോൾ 2 സൈഡും ഫോറസ്റ്റായി. നമ്മൾ ആദ്യം ഇടതുവശം മാത്രമേ ഫോറസ്റ്റ് ഉള്ളായിരുന്നു.
നമ്മൾ 3 വനങ്ങളാണ് ഇന്ന് പിന്നിടുക. മുത്തങ്ങ ഫോറസ്റ്റ്, ബന്ദിപ്പൂർ ഫോറസ്റ്റ്, മുതുമലൈ ഫോറസ്റ്റ്. ഇപ്പം നമ്മൾ കേരളത്തിലെ മുത്തങ്ങ ഫോറസ്റ്റിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒരു വനം തന്നെയാണ് ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുന്നത്. അതിനകത്ത് ഇവർ ഓരോ സംസ്ഥാനത്ത് ഓരോ പേര് നൽകിയേക്കുന്നതാണ്. എക്സൈസ് ചെക്ക് പോസ്റ്റാണ്. ഇപ്പോൾ ലോറികളൊക്കെ കുറവാണല്ലോ. അല്ലെങ്കിൽ ഇവിടെ ലോറികൾ ഇങ്ങനെ കിടക്കുന്നതാണ്. ഈ സൈഡിൽ വലത്ത് വശത്തെ ലോറികൾ ഇങ്ങനെ കൂടി കിടക്കുന്നതാണ്. ഇങ്ങനെ വരിക്ക് അങ്ങ് ദൂരെ വരെ ഒരു ചെക്കിങ്. ടൂറിസ്റ്റുകളുടെ വണ്ടികളുണ്ട് ഇഷ്ടംപോലെ. ഇങ്ങോട്ടും കയറുന്ന തിരിച്ചു പോകുന്ന ടീംസ് ഉണ്ട്. ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ചിട്ടെ വയനാട്ടിൽ നിന്ന്. ഇത് മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇവിടെയാണ് ഈ ജീപ്പ് സഫാരിയൊക്കെ നടക്കുന്നത് കേട്ടോ. ഉണ്ടോ? ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. വൈൽഡ് ലൈഫ് സാങ്ച്വറിൻ്റെ നമ്മൾ അതിൻ്റെ അങ്ങോട്ടേക്കാണ് പോകേണ്ടത്, ഉള്ളോട്ടാണ് പോകേണ്ടത്. ഇതിൻ്റെയൊക്കെ അടിപൊളി വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് കാണണേ. ഞങ്ങൾ രാവിലെ വന്ന് ചെയ്തതാണ്. രാവിലെ ഒരു 6 മണിക്ക് 6:30 എത്തി. 7 മണിക്കാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് വൈൽഡ് ലൈഫ് സഫാരി, ജീപ്പ് സഫാരി. 7 മുതൽ 10 വരെയാണ്. അപ്പം ഞങ്ങൾ രാവിലെ വന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഫസ്റ്റ് ജീപ്പിൽ കുളിച്ച് സഫാരിയൊക്കെ ചെയ്തു. പക്ഷെ 2-3 മാന മാത്രം കണ്ട്, വേറെ ഒന്നും കണ്ടില്ല. പക്ഷെ അതൊക്കെ ഓരോ ടൈമാണ്. ചിലപ്പം ഓരോരുത്തരുടെ യോഗം പോലെ ഇരിക്കും. ഇഷ്ടംപോലെ മൃഗങ്ങളെ കാണാം ചില സമയത്ത്. നമ്മളിതിന് മുമ്പ് ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട് ആനേനെയും അങ്ങനത്തെ ആനയും മലമ്പാമ്പ് അങ്ങനത്തെയൊക്കെ. ഇവിടെ RTO ചെക്ക് പോസ്റ്റൊക്കെ ഇപ്പോൾ നമ്മൾ ക്യാമറയൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താ ക്യാമറ ഫിറ്റ് ചെയ്തിട്ടില്ല തോന്നുന്നു. ക്യാമറ ഉണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ ചെക്കിങ് ഒന്നുമില്ല, ഇങ്ങോട്ട് വരുമ്പോഴായിരിക്കും ചെക്കിങ്. ഒരു മാസം മുമ്പ് വരെ ഇവിടെ കനത്ത ചെക്കിങ് ആയിരുന്നു. മൈസൂർ ബാങ്കിൽ നിന്ന് വരുന്ന ആൾക്കാരെയും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ആൾക്കാരെയും ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് അപ്പുറത്ത് കൊറോണ ടെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ടീംസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല, എല്ലായിടത്തും മാറ്റി. ഇപ്പോൾ എല്ലാം നോർമലായല്ലോ. മീൻസ് കൊറോണ നോർമലായി എന്നല്ല, നമ്മുടെ സാമൂഹ്യ ജീവിതമുള്ള ഏകദേശം പഴയതുപോലെ തന്നെ ആയിക്കൊണ്ടിരിക്കുക. ചെറിയ ചെറിയ റെസ്ട്രിക്ഷൻസ് അല്ലേ ഉള്ളൂ. ഇടതുവശത്ത് കാണുന്നത് പൊൻകുഴി ക്ഷേത്രമാണ്. അതിൻ്റെ കുളമാണിത്. ഫേമസ് ക്ഷേത്രമാണ് പൊൻകുഴി ക്ഷേത്രം. ഇവിടം വരെ KSRTC ബസ്സുകൾ അങ്ങനെ നല്ല തിരക്കുണ്ട് കേട്ടോ. എന്താ ഇന്ന് നല്ല വിശേഷ ദിവസമാണ് അല്ലേ? മുത്തങ്ങ പൊൻകുഴി KSRTC ബസ്. ഗുരുവരാന്ത ആശ്രമമൊക്കെ ഉണ്ട്. കൊള്ളാല്ലേ? കാടിൻ്റെ നടുക്കൊരു ക്ഷേത്രം. നമുക്കിങ്ങനെ പതുക്കെ പോകാം. എന്തെങ്കിലും വന്യജീവികളെ സ്പോട്ട് ചെയ്യാൻ കഴിയുമോ നോക്കി ഇങ്ങനെ പോവാം. NH 766 കൂടെ തന്നെയാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ മൈസൂർ കൊല്ലകർ വരെ ഇതേ റോഡ് തന്നെയാണ്. നമ്മൾ ഗുണ്ടൽപേട്ടയിൽ നിന്ന് അങ്ങനെ തിരിഞ്ഞു പോകും. ഇവിടെ ഇരിക്കുന്നുണ്ടോ കാട്ടുതേൻ. കേരള വനം വന്യജീവി വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ളതാണ്, അതിൻ്റെ അണ്ടറിലുള്ളതാണ്. കാട്ടുതേൻ ഒറിജിനൽ തേനായിരിക്കും കേട്ടോ അവിടെ, പക്ഷെ അടച്ചിട്ടേക്കുക. നമ്മളങ്ങനെ കേരള സംസ്ഥാനം വിടുകയാണ് കേട്ടോ. യു ആർ ലീവിങ് കേരള സ്റ്റേറ്റ്, വിസിറ്റ് അഗെയിൻ. ഉൾപ്പുഴ ഗ്രാമപഞ്ചായത്തായിരുന്നത്. നമ്മളിതാ പാലം കഴിഞ്ഞു, കർണാടകത്തിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഗുണ്ടൽപേട്ട ഇവിടുന്ന് എത്രയോ കർണാടക 36 കിലോമീറ്റർ കേട്ടോ. ഇത് അവരുടെ ചെക്ക് പോസ്റ്റ്. അവിടുത്തെ ബേരമ്പി സ്റ്റേറ്റ് ഫോറസ്റ്റ് എന്നൊക്കെ എഴുതി. മൂലഹോളെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്, അതാണിത്. ഗുണ്ടൽപേട്ട 36 കിലോമീറ്റർ. അങ്ങനെ നമ്മൾ നമ്മുടെ 2ാമത്തെ സംസ്ഥാനത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, കർണാടക. ഇനിയും നമ്മളൊരു സംസ്ഥാനം കൂടി പിന്നീട്. അങ്ങനെ 3 സംസ്ഥാനങ്ങളിലൂടെയുള്ള സോളോ ബൈക്ക് റൈഡിൽ നമ്മൾ 2ാമത്തെ സംസ്ഥാനത്തെത്തിയിരിക്കുകയാണ്. ഇനി ആണ് ഹമ്പ് ചാട്ടം. ഏതോ ഒരു പ്രാവശ്യം ഞങ്ങൾ ഇതിലെ പോയപ്പോൾ ഈ ഹമ്പൊക്കെ എണ്ണിയായിരുന്നു. 36-38 ഹമ്പുണ്ട് ഗുണ്ടൽപേട്ട വരെ. നല്ല കാടാട്ടോ, 2 സൈഡും അടിപൊളി കാടാണ്.
റോഡ് നല്ല റോഡാന്ന് തോന്നുന്നു, പക്ഷെ ഹമ്പാണ്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇതിൽ കൂടുതലൊന്നും എവിടെയും പോകാൻ കഴിയില്ല. ഗിയർ ഇട്ടിട്ട് ഒന്ന് സ്പീഡ് കൂട്ടി വരുമ്പോഴത്തേക്കും അടുത്ത ഹമ്പാവും. ഒരു കണക്കിന് നല്ലതാണ്. അത് മനുഷ്യൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ അങ്ങനെ ചെയ്തേക്കുന്നത്, മൃഗങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. വണ്ടി ഇത്ര സ്പീഡിൽ പോയിട്ട് മൃഗങ്ങളൊക്കെ ക്രോസ് ചെയ്യുന്നുണ്ടാവേ, മാനും അങ്ങനത്തെയൊക്കെ സംഭവങ്ങളെ. അതുകൊണ്ട് അതിനെ സംരക്ഷിക്കാൻ വേണ്ടി കർണാടക ഗവൺമെൻറ് ചെയ്തു വെച്ചേക്കുന്നതാണ്. കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ രാത്രി യാത്രാ നിരോധനമുണ്ട്. രാത്രി 9 മണി മുതൽ രാവിലെ 6 മണി വരെ ഈ റോഡ് ക്ലോസ്ഡ് ആയിരിക്കും. മൃഗങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ. ഈ സമയമായതുകൊണ്ടായിരിക്കും. ഇപ്പോൾ സമയം 10:17 മാനിനെ പോലും കാണുന്നില്ല. ആക്ച്വലി ആനപ്പണ്ടം കണ്ടു കേട്ടോ, മാനെ പോലും കാണുന്നില്ല രണ്ട് സൈഡും. സാധാരണ മാനൊക്കെ ഈ സൈഡിൽ ഇങ്ങനെ നിന്ന് എന്തെങ്കിലും തിന്നുന്നതൊക്കെ കാണാമായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ ലക്ഷ്യം മൃഗങ്ങളെ കാണുക എന്നുള്ളതല്ല. നമ്മൾ നമ്മുടെ ഈ 3 സംസ്ഥാനങ്ങളിലെ കാടുകളിലൂടെ ഒരു സോളോ റൈഡ് വിത്ത് മോട്ടോ വ്ളോഗിങ്, ഇതാണ് ഇന്ന് നമ്മൾ ലക്ഷ്യം വച്ചിരിക്കുന്ന നമ്മുടെ പ്രോഗ്രാം. അതുകൊണ്ട് മൃഗങ്ങളെ കാണാത്തതിൽ വിഷമമൊന്നുമില്ല. നമ്മളിങ്ങനെ പതുക്കെ പോവാണ്. ഇപ്പോൾ ഒരു 40 കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് പോകുന്നത് കേട്ടോ. ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഉണ്ട്. ഇത് അവരുടെ കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്വാർട്ടേഴ്സും അവരുടെ ഓഫീസൊക്കെയാണ് തോന്നുന്നത്. കഞ്ഞിയൊക്കെ ഉണ്ടാക്കുന്ന അവിടെ നിന്ന്. അപ്പോൾ നമുക്കങ്ങനെ പോവാം അല്ലേ? യെസ്. കരടി റോഡ് ക്രോസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്, ദൈവമേ ഈ സമയത്തൊന്നും കരടി റോഡ് ക്രോസ് ചെയ്യില്ലായിരിക്കും അല്ലേ? കരടിനെ ഒന്നും കാണണമെന്ന് ആഗ്രഹമേ ഇല്ല കേട്ടോ. ബൈക്കിൽ പോകുമ്പോൾ, കാറിൽ പോകുമ്പോൾ ഇതെല്ലാം കാണാനുള്ള ഒരു ജിജ്ഞാസയാണ്. ഇന്നിപ്പോൾ എനിക്ക് ആക്ച്വലി ആനേനെ കുറച്ച് ദൂരെ നിന്ന് കണ്ടാൽ കൊള്ളാമെന്നില്ല. അടുത്തുനിന്നൊന്നും കാണണമെന്ന് ഒട്ടും ആഗ്രഹമില്ല. കുറച്ച് ദൂരെ നിന്ന് ഇവിടെ ഒരു ചെറിയൊരു ചെക്ക് പോസ്റ്റാണ് തോന്നുന്നു അല്ലേ? ഓക്കെ, ഉണ്ടോ? ഗുണ്ടൽപേട്ട 15 കിലോമീറ്റർ ഇവിടെ കേട്ടോ. മൈസൂർ 75, ഊട്ടി 82, കൊല്ലകം 137. ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞു. നമ്മളപ്പോൾ ബന്ദിപ്പൂർ ഫോറസ്റ്റിൽ നിന്നിപ്പം പുറത്ത് ചാടി. ഇനി നമ്മൾ അടുത്ത പ്രധാന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുണ്ടൽപേട്ടയാണ്. അവിടെയാണ് നമ്മൾ തിരിഞ്ഞു പോകുക കേട്ടോ. അവിടെ നിന്ന് നമ്മൾ തിരിഞ്ഞ് എവിടെ പോകും? ഗൂഡല്ലൂർക്ക് പോകും, തമിഴ്നാട്ടിലേക്ക്. മുതുമല ഫോറസ്റ്റിലൂടെയാണ് നമ്മൾ ഗൂഡല്ലൂർക്ക് പോകുന്നത്. ഫുള്ള് കൃഷിസ്ഥലങ്ങളാണ്. ഇടത്തും വലത്തും പലതരം കൃഷികളാണ്. ഓരോ സീസണിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഓരോ കൃഷികൾ. പൂക്കൃഷിയുണ്ട്, അല്ലാതെ ഉള്ള പച്ചക്കറി, അങ്ങനെ എല്ലാ വിധത്തിലുള്ള കൃഷിയും ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ. നമ്മുടെ നാട്ടിലെ മലയാളീസ് തന്നെ ഇവിടെ വന്ന് കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ കാണാം ഈ സൈഡിലൊക്കെ പിന്നെ ഇവിടെ പറിച്ചിട്ട് പച്ചക്കറി ഇങ്ങനെ വിൽക്കുന്ന കാണാം സൈഡിൽ കൂടെ. ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഏകദേശം 80 കിലോമീറ്റർ, വെളിച്ചം കുറവാന്ന് അല്ലേ? 80 കിലോമീറ്റർ കേട്ടോ. നമ്മൾ ഗുണ്ടൽപേട്ടയ്ക്ക് ഇനി ഒരു 10 കിലോമീറ്ററും കൂടി പോകും. അങ്ങനെ ഇവിടെ നമ്മളിനി ഗുണ്ടൽപേട്ട നിന്ന് ഗൂഡല്ലൂർ, മുതുമല വഴി ഗൂഡല്ലൂർ, അങ്ങനെ ബത്തേരിക്കൽപ്പറ്റ, അതാണ് നമ്മുടെ റൂട്ട്.
നമ്മളൊരു ഗുണ്ടൽപേട്ട ഒരു ഭാഗത്താണ് നമ്മൾ എത്തിയേക്കുന്നത്. ഇത് നമ്മളെ 2 സ്ഥലങ്ങളും കൃഷി സ്ഥലങ്ങളാട്ടോ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇവിടെയൊക്കെ. പക്ഷെ ഇപ്പം കൃഷിയൊന്നും ചെയ്യുന്ന സീസൺ അല്ലാന്ന് തോന്നുന്നു. ഇപ്പം ഒന്നും കാണുന്നില്ല, പൂവും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഏരിയ കൃഷി ഏരിയ കേട്ടോ, 2 സൈഡ്. നമ്മുടെ മലയാളീസൊക്കെ തന്നെ വന്നിട്ട് എവിടെ വന്ന് കൃഷി. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. നടുവിന് ചെറിയൊരു വേദന, കാരണം നമ്മളങ്ങനെ വലിയ ഹെവി റൈഡ് ചെയ്യുന്നതല്ലല്ലോ. അപ്പോൾ ചെറിയൊരു നടുവേദനയുണ്ട്. റെഡിയാവും, കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെയല്ലേ നമ്മളില്ലേ. വെളിച്ചം ഓപ്പോസിറ്റ് അടിക്കുന്നുണ്ട്, അത്ര ക്ലിയർ കിട്ടുന്നില്ല എന്ന് തോന്നുന്നല്ലേ. ചെറിയ കാറ്റും അടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സ്ഥിതി. അപ്പോൾ ഒരു 5-10 മിനിറ്റ് ഇവിടെ വണ്ടി നിർത്തിയിട്ട് കാലും കൈയൊക്കെ ഒന്ന് റെഡിയാക്കി നമുക്ക് യാത്ര തുടരാം. ഇപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ സമയം 11 മണിയായിട്ടോ. നമുക്ക് വിടുകയല്ലേ, നല്ല കാറ്റടിക്കുന്നുണ്ട്. വോയിസ് ക്ലിയർ ആണെന്ന് അറിയില്ല. അപ്പോൾ ഓക്കെ, ബൈ. എന്തൊക്കെയോ കർണാടകയിലുള്ള വലിയ വലിയ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ല. കണ്ടിന്യൂസ് ബോർഡ് ഉണ്ടല്ലോ, ടോൾ ഗേറ്റിനോട് സംബന്ധിച്ചെന്തോന്ന് തോന്നുന്നു. ഒരുപാട് നമ്പറുകളൊക്കെ ഇട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഹിന്ദി ആയിരുന്നല്ലോ. സടക്ക ഇതിൻ്റെ ടോൾ ഗേറ്റിൻ്റെ ഈ ഇടതുവശത്ത് കാണുന്ന പഴയ കാവേരി ഹോട്ടൽ. ഇപ്പോഴും കാവേരി തന്നെയാണ് പേര്. ഹോട്ടൽ കാവേരി ലോഡ്ജ് റെസ്റ്റോറൻറ്റ്. അത് കുറേ പേർക്കെങ്കിലും അറിയായിരിക്കുമല്ലോ. കാവേരി ഹോട്ടൽ ഗുണ്ടൽപേട്ട. യെസ്, ഞാൻ ആദ്യമായിട്ടാണ് ഈ ടോൾ ഗേറ്റിലൂടെ പോകുന്നത് കേട്ടോ. ടോൾ ഗേറ്റ് വന്നതിന് ശേഷം ഇതിലെ പോകുന്നത് ആദ്യമായിട്ടാണ്. എങ്ങനെയാണ് പോകുന്നത്? ഓവർ സൈസ് വെഹിക്കിൾ ആണ്. ഇത്രയാണെന്നൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ. 25 കാറിന് 25 രൂപ എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഫാസ്ടാഗ് നിർബന്ധമാണ് ജനുവരി 1 മുതൽ എന്ന് പറഞ്ഞിട്ട് നീട്ടി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അടുത്ത മാസം ഫെബ്രുവരി 15 വരെ നീട്ടിയെന്ന് തോന്നുന്നു. കറക്റ്റ് എക്സാക്ട് ഇൻഫർമേഷൻ അറിയില്ല. തണ്ണിമത്തം കണ്ടോ ചാക്കിലാക്കി വെച്ചേക്കുന്നത് ഇഷ്ടംപോലെ. അത് ചെറിയ പൈസ കിട്ടും, നമുക്ക് പേശ് മേടിക്കാൻ പറ്റുമോ? നമ്മുടെ നാട്ടിലേക്കൊക്കെ ഇവിടെ നിന്നാണ് ഈ തണ്ണിമത്തനൊക്കെ വാരി കൊണ്ടുപോകണേ. കണ്ടില്ലേ, ചാക്കിലാക്കി വെച്ചേക്കുന്നുണ്ടോ. നമ്മൾ കാറ് കൊണ്ടൊക്കെയാണ് വരുന്നതെങ്കിൽ ഇവിടെ പേശിയിട്ട് ഒരു ചാക്കെടുത്തങ്ങ് വെച്ചായി. അപ്പുറത്ത് കണ്ടോ, അതൊക്കെ ക്യാബേജാണേ. ക്യാബേജ് തോട്ടമാണത്. നല്ല രസമുണ്ട്. ഇരിക്കുന്നതാണ് ക്യാബേജാണത്. അതാ തണ്ണിമത്തം. ഇത് കർണാടക വണ്ടി തന്നെയാണ്. തണ്ണിമത്തം കണ്ടോ, വണ്ടിയിൽ കയറ്റുന്നുണ്ടോ. എത്രയാ തണ്ണിമത്തം അല്ലേ. ഇപ്പൊ തണ്ണിമത്തൻ്റെ സീസണാണ്. കൃഷി ഇറക്കാനായിട്ട് മണ്ണിളക്കിയിട്ടേക്കുന്നത്. ഈ കാണുന്നൊക്കെ കടകളാണ്, പച്ചക്കറി കടകൾ. ഇതിനകത്തൊക്കെ പച്ചക്കറി ഇവര് അതിൽ നിന്ന് പറിച്ചിട്ട് ഇവിടെ ഇതിനകത്ത് വെച്ചിട്ടാണ് വിൽക്കുന്നത്. അങ്ങ് കാണുന്നുണ്ട്, അത് കോറിയാന്ന് തോന്നുന്നല്ലോ. പാറയൊക്കെ പൊട്ടിച്ചിട്ടുണ്ടല്ലോ. യെസ്, കോറി തന്നെയാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ മതില് കെട്ടി തിരിച്ചേക്ക് കേട്ടോ. കൃഷിയല്ല, അതെന്തായാലും ബിൽഡിംഗ് പണിയാനായിരിക്കും. ഇതാ ഞാൻ പറഞ്ഞത്, ഇതാണ്ട് പരിപ്പ് സംഭവങ്ങളൊക്കെ വിൽക്കുന്നതാണ് അവിടെ. ഇവിടെ തന്നെ പറിച്ചവിടെ പാക്കാക്കി വെക്കുന്നതാണ് അവര്. നല്ല കാലാവസ്ഥ കേട്ടോ, വലിയ വെയിലൊന്നുമില്ല. ഒരു ഇളം വെയിൽ, നല്ല വണ്ടി ഓടിക്കാൻ നല്ല സുഖമുണ്ട്. നല്ല അടിപൊളി ഫീലാട്ടോ. ഇത് നേരത്തെ ഒന്ന് പരീക്ഷിക്കേണ്ട സംഭവം തന്നെയായിരുന്നു ഈ സോളാർ റൈഡ് കേട്ടോ. നല്ല കാറ്റ്, ചുറ്റും മലനിരകള്, നല്ല റോഡ്, നീലാകാശം. വാ, എൻജോയ് എൻജോയ്. ഇവിടെ പെട്രോൾ പമ്പ്, നമ്മൾ ബത്തേരിയിൽ ആ പമ്പ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്നാണ് പെട്രോൾ അടിക്കാൻ കഴിയുള്ളൂ കേട്ടോ. ഒരു 50 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ഗുണ്ടൽപേട്ട ഗുണ്ടൽപേട്ട ടൗൺ ഏരിയയിലേക്കൊക്കെ നമ്മൾ കടന്നിരിക്കുകയാണ്.
യെസ്, നമ്മൾ ജംഗ്ഷനിലേക്ക് എത്തി. നമ്മളത് അങ്ങോട്ടേക്ക് പോകുന്നത് മൈസൂർ ബാംഗ്ലൂരാണ്. നമ്മൾ ഇങ്ങോട്ടേക്ക് ഊട്ടി ഭാഗത്തേക്ക് തിരിക്കും കേട്ടോ. നമ്മൾ വലത്തോട്ട് തിരിഞ്ഞു പോവുകയാണ്. NH 67 നമ്മൾ കടന്നേക്കുന്നത് കേട്ടോ. ഇവിടുന്ന് ഗൂഡല്ലൂർ 47 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഊട്ടി 99 കിലോമീറ്റർ. താങ്ക് യു TMC ഗുണ്ടൽപേട്ട എന്ന് എഴുതിയിട്ടുണ്ട്. ഗുണ്ടൽപേട്ട കഴിഞ്ഞ തോന്നുന്നു. ബന്ദിപ്പൂര ഊട്ടി റോഡാണ്. ഗുണ്ടൽപേട്ട ഏരിയ കഴിഞ്ഞു. കുറച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ചെക്ക് പോസ്റ്റ് കിട്ടും. തമിഴ്നാടിൻ്റെ മുതുമലയിലോട്ട് കയറാവുള്ളൂ. ഇപ്പോൾ ഇത് ഞാൻ 2 പാർട്ടായിട്ടാണ് ഇടുന്നത് ഈ വീഡിയോ. കാരണം ഇത് കുറേ സമയമുണ്ട്. കാരണം ഏകദേശം നമ്മളൊരു 7-7.5 മണിക്കൂറോളം നടത്തിയ ട്രിപ്പാണ്. ഞാൻ ഒറ്റ ഒരു വീഡിയോയിൽ ഇടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ ഈ നമ്മൾ ഗുണ്ടൽപേട്ട എത്തിയപ്പോഴത്തേക്കും തന്നെ ഏകദേശം 25 മിനിറ്റ്സ് എബവ് ആയി. അപ്പോൾ ഇനി ഇത് കൂട്ടാൻ പറ്റില്ല. അപ്പോൾ അത് ശരിയാവില്ല. അതുകൊണ്ട് ഞാനിത് 2 ആക്കുവാണ്. നാളത്തെ വീഡിയോയിലുണ്ടാവുക നമ്മൾ ഗുണ്ടൽപേട്ടയിൽ നിന്ന് മുതുമലൈ കാട്ടിക്കൂടെ കയറി പിന്നെ തിരിച്ച് നമ്മൾ നമ്മുടെ സുൽത്താൻ ബത്തേരി കമ്പളക്കാട് എത്തുന്ന വീഡിയോ ആയിരിക്കും നാളത്തെ വീഡിയോ ഉണ്ടാവുക. നാളത്തെ കിടിലൻ വീഡിയോ ആണ്. ആരും മിസ് ചെയ്യരുത്. കാരണം നമ്മൾ മുതുമലക്കാട്ടിൽ നിന്ന് അണ്ടാമാനം ആനേനെയും അങ്ങനെ വന്യമൃഗങ്ങളെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ദൃശ്യം ആരും മിസ് ചെയ്യില്ല. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവേത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നാളെ അപ്പം ഗുണ്ടൽപേട്ടയിൽ നിന്ന് കാണാം. ഓക്കെ, ബൈ.